രാജ്യത്തിനുടനീളം നടന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും കള്ളവോട്ടുകളും വെളിപ്പെടുത്താൻ ഡിജിറ്റൽ വോട്ടർ പട്ടിക വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ബംഗളൂരുവിൽ വെച്ച് നടന്ന കോൺഗ്രസ് സംഘടിപ്പിച്ച വോട്ട് അധികാർ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ ഇലക്ട്രോണിക് വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് ദിവസത്തെ വീഡിയോഗ്രാഫി ദൃശ്യങ്ങളും കോൺഗ്രസിന് ലഭിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ച 25 സീറ്റുകളിലും നടന്ന വോട്ടർ മോഷണം തെളിയിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കർണാടകയിലെ ഒരു സീറ്റിലെ ക്രമക്കേട് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. മോദി നേടിയ 25 സീറ്റുകളിൽ ഭൂരിപക്ഷം 35,000 വോട്ടോ അതിൽ താഴെയോ ആയിരുന്നു. അവിടെ വോട്ടർമാരെ വ്യാജമായി ചേർത്തതാണ് യഥാർത്ഥ കാരണം എന്ന് അദ്ദേഹം ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കാതെ വന്നാലും പേപ്പർ രേഖകൾ ഉപയോഗിച്ച് കോൺഗ്രസ് സ്വയം അന്വേഷണം നടത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കഴിഞ്ഞ 6 മാസത്തെ അന്വേഷണം വഴി കർണാടകയിലെ ബംഗളൂരു മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ നടന്ന വോട്ടർ പട്ടിക കൃത്രിമം പുറത്തു കൊണ്ടുവന്നതായി അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള അന്വേഷണം 20-25 മണ്ഡലങ്ങളിൽ കൂടി നടത്തും. സത്യം പുറത്തു കൊണ്ടുവരും എന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. കർണാടക സർക്കാരിനോട് മഹാദേവപുരയിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നും വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന വ്യവസ്ഥ അദ്ദേഹം തള്ളി. ഞാൻ ഭരണഘടനയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. BJPക്ക് വേണ്ടിയല്ല, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ ഓർക്കണം എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളുടെ വോട്ടവകാശം കവർന്നെടുക്കുന്നത് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും പ്രത്യേക അവകാശങ്ങൾക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്നും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ദൃഢനിശ്ചയത്തിലൂടെ പോരാടണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ റാലിയിൽ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, രൺദീപ് സുർജേവാല, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരും റാലിയിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ വോട്ടർ പട്ടിക വെബ്സൈറ്റുകൾ അടച്ചുപൂട്ടിയെന്നും ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ മുഴുവൻ സംവിധാനവും തകരുമെന്ന് കമ്മീഷനും അറിയാം എന്നും രാഹുൽ ഗാന്ധി സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു.